സാർ നമസ്കാരം. നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ വീണ്ടും ചർച്ചയായി മാറുന്നു. ഈ കഴിഞ്ഞ ദിവസം അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് 2-3 ദിവസം മുൻപാണ് അവർ വിജിലൻസിന് മുന്നിൽ മൊഴി നൽകിയത്. സ്വപ്ന സുരേഷ് ഞെട്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതെങ്കിലും ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാർ സാർ അത് വളരെ നേരത്തെ തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പലരും അത് ഒരുപക്ഷെ ഒരു കുറ്റാന്വേഷക മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഊഹാപോഹങ്ങളാണെന്ന് പലരും ധരിച്ചിട്ടുണ്ടായിരുന്നു. പലരും ക്രൈമിൻ്റെ വിശ്വാസ്യത കൊണ്ട് അത് കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും അന്ന് നന്ദകുമാർ സാർ വെളിപ്പെടുത്തിയ കാര്യങ്ങളുമായി വളരെയധികം സാമ്യമുള്ള സംഗതികളായിരുന്നു. സ്വപ്ന പറഞ്ഞത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് 3 വിദേശ രാജ്യങ്ങളിലായി കോടിക്കണക്കിന് നിക്ഷേപവും അതുപോലെ ബിസിനസ് സംരംഭത്വവും ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് ബിസിനസ് ഉണ്ട് എന്ന് തന്നെയാണ്. ഇതിനെല്ലാം പിണറായി വിജയന് തുണയായി നിന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കമല വിജയനാണ് എന്നുകൂടി സ്വപ്ന എടുത്തു പറഞ്ഞു. കാരണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് നിരവധി തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ യാത്ര പോകുമ്പോൾ സാധാരണയായി അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ പോകുമ്പോൾ അവരുടെ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പിണറായി വിജയനും കമലാ വിജയനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. കമലാ വിജയനാണ് പല ഡീലുകളും ഉറപ്പിച്ചിരുന്നത്, സംസാരിച്ചിരുന്നത് എന്നുകൂടി സ്വപ്ന സുരേഷ് ചേർത്ത് പറയുന്നുണ്ട്. സ്വപ്ന ഈ പറയുന്നതിനെല്ലാം തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട്. ഇത്തരം പല യാത്രകളിലും താനും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. സ്വപ്ന സുരേഷ് എന്ന വ്യക്തിയെ നമ്മൾ അറിയുന്നത് കോൺസുലേറ്റിൽ ജീവനക്കാരിയായി തന്നെയാണ്. കോൺസുലേറ്റ് ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ അന്ന് മുതലാണ് സ്വപ്ന സുരേഷിനെ കേരളം അറിയുന്നത്. അതിന് പേരിൽ അവർ ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം ജയിലിൽ കിടന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. പിന്നീടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞെട്ടുന്ന വെളിപ്പെടുത്തലുകൾ അവർ നടത്തിയത്. ഇത് വർഷങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സ്വന്തം മാധ്യമത്തിലും നന്ദകുമാർ സാർ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ഈ വെളിപ്പെടുത്തലുകളെ നന്ദകുമാർ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്ന കാര്യം 100% സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 1000 സ്വർണ്ണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും. ഇതും അസത്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. പിണറായി വിജയൻ്റെ കാര്യത്തിൽ എല്ലാം ഇരുമ്പുമറകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം തട്ടിപ്പുകളും വെട്ടിപ്പുകളും അഴിമതികളും നിക്ഷേപങ്ങളും നടത്തിയിട്ടുള്ളത്. എന്നാൽ എനിക്ക് 2021 ഡിസംബർ മാസത്തിൽ നവംബർ മാസം അവസാനം കിട്ടിയ ഞെട്ടിക്കുന്ന പിണറായി വിജയൻ്റെ 10,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപത്തിൻ്റെ രേഖകൾ എൻ്റെ കൈവശം കിട്ടി കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത ദിവസമാണ് എൻ്റെ പേരിൽ ഒരു കേസ് എടുക്കുന്നു. ഡിസംബർ 1 ഉച്ചയ്ക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥന് വലിയ വിവരം ഉണ്ടായിരുന്നില്ല. വീണ ജോർജിൻ്റെ കള്ളപ്പരാതിയിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, സൈബർ പോലീസ് കൊച്ചി. അവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ വീണ ജോർജ് വിളിക്കുന്നുണ്ട്. അത്രയും നേരിട്ട് ഡയറക്റ്റാണ് വീണ ജോർജ് ഈ ഓപ്പറേഷൻ നടത്തിയത്. കൂടാതെ മുഹമ്മദ് റിയാസാണ് ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള ആൾ. അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് ഒരു സിമ്പതി തോന്നി. കാരണം ഇതൊരു കള്ളക്കേസാണെന്ന് ആ പോലീസ് SHO CIക്ക് അറിവുണ്ടായിരുന്നു. രഞ്ജിത്ത് വിശ്വനാഥൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, വേഗം എന്നെ കോടതിയിൽ ഹാജരാക്കാം, എന്നെ അപ്പോൾ തന്നെ ജാമ്യം കിട്ടുമല്ലോ എന്നുള്ള ധാരണയിൽ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി എന്നെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി. ഹോസ്പിറ്റൽ ചെക്കപ്പ് കഴിഞ്ഞ് നേരെ കോടതി എത്തുന്നതിന് മുമ്പ് എന്നെ മുകളിൽ നിന്ന് ഉത്തരവ് വന്നു, എന്നെ ഓഫീസിൽ കൊണ്ടുവരും. ഇവിടെ ഓഫീസ് റെയ്ഡ് നടക്കുകയാണ്. അങ്ങനെ എൻ്റെ ഓഫീസിൽ കൊണ്ടുവരുന്നു. അപ്പോൾ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ്, എനിക്ക് കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്തു, CCTV ക്യാമറ ഊരിയെടുക്കാൻ വേണ്ടി മുകളിൽ നിർദ്ദേശം കൊടുക്കണം. CCTV ദൃശ്യങ്ങളുടെ മുമ്പാകെ ഈ രേഖകൾക്ക് പിണറായി വിജയൻ്റെ ഇത്തരം രേഖകളൊന്ന് കടത്തി എടുത്തു കൊണ്ടുപോകാൻ അവർക്ക് നാളേക്ക് തിരിച്ചടിയാവുമെന്ന് മനസ്സിലാക്കി അങ്ങനെ CCTV ദൃശ്യങ്ങൾ ക്യാമറ ഊരിയെടുക്കുകയാണ്, അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഊരിയെടുക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് ഈ രേഖകളും പിന്നീട് എൻ്റെ വീടും റെയ്ഡ് ചെയ്ത് ഈ രേഖകൾ, ഫയലുകൾ, പിണറായി വിജയനെക്കുറിച്ചും യൂസഫലിയെക്കുറിച്ചും വീണ ജോർജിനെക്കുറിച്ചുള്ള ഫയലുകൾ കടത്തിക്കൊണ്ടു പോവുകയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഓപ്പറേഷൻ വളരെ കൃത്യമാണ്.
അന്ന് ഞാൻ 10,000 കോടി രൂപയുടെ ഡോക്യുമെൻ്റാണ് എൻ്റെ കൈവശം കിട്ടിയിട്ടുള്ളത്. അന്ന് ബഹ്റൈനിലെ അവരുടെ നിക്ഷേപത്തെക്കുറിച്ചും അതേപോലെ അബുദാബിയിലെ നിക്ഷേപത്തെക്കുറിച്ചും അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ നിക്ഷേപത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട്. കൂടാതെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ മകൻ, പിണറായി വിജയൻ്റെ മകൻ വിവേക് തായ്ക്കണ്ടി വാങ്ങിയതിനെ കുറിച്ചും അന്ന് 3,500 കോടിയാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 3,500 35,000 കോടിയൊക്കെ ആവും വിദേശത്താവുമ്പോൾ. അപ്പം 35,000 കോടിയുടെ ആവാം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അമേരിക്കയിലും ഇവിടെയുള്ള നിക്ഷേപങ്ങളുടെ വിവരങ്ങളാണ്. അത് കഴിഞ്ഞു മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ സ്ഥിരീകരണം നൽകിക്കൊണ്ട് സ്വപ്ന സുരേഷ് തന്നെ വ്യക്തമാക്കുകയാണ് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നത് ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, തൻ്റെ കള്ളപ്പണ നിക്ഷേപങ്ങൾ കൃത്യമായി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്, മകനെയും മകളെയും അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഭാര്യയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത്. ഇത് വളരെ സുപ്രധാനമാണ്. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നത്. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി സ്വപ്ന എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ADGP MR അജിത് കുമാറിൻ്റെ പങ്കുകളാണ്. അതായത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പല കേസുകൾക്കും പിണറായി വിജയന് തുണയായി നിന്നിട്ടുള്ളത് ADGP അജിത് കുമാർ തന്നെയാണ്. ഒരു കാരണവശാലും ഇപ്പോൾ കേരളത്തിലെ DGP സ്ഥാനത്തേക്ക് ADGP അജിത് കുമാറിനെ പരിഗണിക്കാൻ പാടില്ല. അതിന് അജിത് കുമാർ അർഹനല്ല. മാത്രമല്ല, അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസുകളിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകാത്തത് എന്നുകൂടി സ്വപ്ന സുരേഷ് പറയുന്നു. മറ്റൊരു കാര്യം കൂടി അവർ ഒപ്പം എടുത്തു പറയുന്നുണ്ട്. പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ കുടുംബമായി ജീവിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ബംഗളൂരുവിലേക്ക് പോയത്. എന്നാൽ താൻ പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങളിൽ ഒന്നുപോലും പിണറായി വിജയൻ തനിക്കെതിരെ ഒരു കേസ് എവിടെയും ഫയൽ ചെയ്തിട്ടില്ല. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായി തനിക്കെതിരെ പല കേസുകളും എടുത്തിരിക്കുന്നു. മാറിയ സാഹചര്യത്തിൽ, പുതിയ സർക്കാർ നിലവിൽ വന്ന സാഹചര്യത്തിൽ കേരളത്തിൽ തനിക്ക് സുരക്ഷിതമായി ജീവിക്കാനാകുമോ എന്നുള്ളതും, രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസുകളിൽ നിയമപരമായി തനിക്ക് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകുമോ എന്നുള്ളത് മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് ചോദിക്കാൻ താൻ ഇരിക്കുന്നു എന്നുകൂടി സ്വപ്ന സുരേഷ് എടുത്തു പറയുകയുണ്ടായി. അതായത് ഇപ്പോൾ സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്ത് താമസം മാറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, അവർ പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ പേരിൽ വ്യാജമായി കുറേ കള്ളക്കേസെത്തുണ്ട്. 192, അതായത് BNSS 192 എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കുക. പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഡിഫമേഷൻ കേസ് പിണറായി വിജയൻ കൊടുക്കാൻ ധൈര്യമില്ല. കാരണം തനിക്കെതിരെ അപകീർത്തികരമായി ഇല്ലാത്ത വാർത്തകൾ വന്നാൽ പിണറായി വിജയൻ തൻ്റെ ഇടമുള്ള ആണാണെങ്കിൽ ചെയ്യേണ്ട എന്താ, സ്വപ്ന സുരേഷിനെതിരെ കേസ് ഫയൽ ചെയ്യാണ്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കാറുണ്ടല്ലോ. നട്ടലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ഊരിപ്പിടിച്ച വാളിന് മുന്നിൽ കൂടെ യാത്ര ചെയ്ത് ഒറ്റയ്ക്ക് പോയി എന്ന് പറയുന്ന പിണറായി വിജയൻ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായി എൻ്റെ അടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്ത രേഖകളുടെ മുന്നിൽ അത് കള്ളമാണെങ്കിൽ ലാവലിംഗ് കേസിൻ്റെ കാര്യത്തിൽ ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ ഞാൻ വെല്ലുവിളിച്ചല്ലേ? എന്താണ് അദ്ദേഹം വെല്ലുവിളിച്ച് സ്വീകരിക്കാത്തത്? അപ്പോൾ വെല്ലുവിളി സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ വെല്ലുവിളി വന്നു കഴിഞ്ഞാൽ കോടതിൻ്റെ ഉള്ളിൽ കൂട്ടിൻ്റെ ഉള്ളിൽ തത്ത പറയും പോലെ MAPP പറഞ്ഞേക്കാൾ കൂടുതലായിട്ട് സുവ്യക്തമായി പിണറായി വിജയനെ പറയേണ്ടി വരും. അതിനുള്ള കാര്യങ്ങൾ എൻ്റെ കൈവശമുണ്ട് എന്ന് പിണറായി വിജയന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ പിണറായി വിജയൻ സ്വപ്ന സുരേഷിനെതിരെ കേസ് ഫയൽ ചെയ്യാത്തതിന് കാരണം ഈ പിണറായി വിജയൻ്റെ ഈ എല്ലാ ഏർപ്പാടുകളിലും കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് മുന്നോട്ട് പോയിട്ടുള്ള ആളാണ് ആര്? സ്വപ്ന സുരേഷ് ഉപയോഗിച്ചിട്ടാണ്. പിണറായി വിജയന് ഭാഷ അറിയില്ലല്ലോ, അറബിക് ഭാഷ കൃത്യമായി അറിയുന്ന സ്വപ്ന സുരേഷ് അവിടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഭരണാധികാരികളുമായിട്ടും അടുത്ത ബന്ധമാണ്. കാരണം യൂസഫലിയായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് അവിടെ എല്ലാ ആളുകളായിട്ടും നല്ല ബന്ധമുള്ള UAE കോൺസുലേറ്റിലെ ജീവനക്കാരിയായിരുന്നു സ്വപ്ന സുരേഷ്. അങ്ങനെ ഒരാളെ തപ്പിയെടുത്തതാണ് ആര്? പിണറായി വിജയൻ. അപ്പോൾ വിദേശത്തടക്കമുള്ള നിക്ഷേപങ്ങൾക്ക് മധ്യസ്ഥനായി അല്ലെങ്കിൽ അതിന് മീഡിയേറ്ററായി അല്ലെങ്കിൽ അതിൻ്റെ ദ്വിഭാഷ വ്യക്താവായിട്ട് അല്ലെങ്കിൽ ത്രിഭാഷ വ്യക്താവായിട്ട് നിന്നിട്ടുള്ളത് സ്വപ്ന സുരേഷാണ്. അപ്പം ഈ പിണറായി വിജയൻ്റെ വിദേശത്തെ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ പരിപൂർണമല്ലെങ്കിൽ ഒരു പരിധിവരെ സ്വപ്ന സുരേഷിന് അറിയാമെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ലക്ഷം കോടി രൂപയെങ്കിലും പിണറായി വിജയന് വിദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഊഹിക്കുന്നത്. കാരണം 2021 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിൻ്റെ രേഖകൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളുകൾ എനിക്ക് എത്തിച്ചു തന്നെങ്കിൽ അതിനുശേഷം 4-5 വർഷം എന്താണ് നടന്നുള്ളത്? കൊള്ളയല്ലേ എല്ലാ തരത്തിലും. അപ്പോൾ ഈ പൈസ കിട്ടുന്നതൊന്നും കേരളത്തിൽ മേടിക്കുന്നില്ല. ഞാൻ ഉദാഹരണത്തിന് നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷം കൊണ്ട് ഒരു 2.5-3 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു. മരുന്നിൻ്റെയും എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും ഒക്കെ തന്നെ. അതിൻ്റെ 25% കമ്മീഷൻ കണക്കൂട്ടി എത്ര രൂപയായി? ഏറ്റവും ചുരുങ്ങി 50,000 കോടി രൂപയാണ്. 25,000 കൂട്ടാം.
അത് പിണറായി വിജയന് വിദേശത്ത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും അവിടെ കൈമാറും. ഇവിടെ വീണ ജോർജിനും അതേപോലെ വിദേശത്ത് പോയിട്ടുള്ള ഇടപാടുണ്ടായിരുന്നു. അപ്പം ഈ രൂപത്തിൽ കേരളത്തെ ജനങ്ങളെ കൊന്നാലും വേണ്ടില്ല, തങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ പ്രവർത്തിച്ചത്. അതിൻ്റെയൊക്കെ ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ സ്വപ്ന സുരേഷ് പറയുന്നത് കറക്റ്റാണ്. എന്തായാലും സ്വപ്ന സുരേഷ് തൻ്റെ അടുത്തോടെ കേരളത്തിൽ എത്തിയിരിക്കുന്നു. അവർ കൃത്യമായി നേരത്തെ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത പ്രകാരം അവരെ ജയിലിൽ വെച്ച് കൊല്ലാൻ പിണറായി വിജയൻ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ സ്വപ്ന സുരേഷിന് എന്തും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനായിരിക്കും എന്നുള്ളതാണ്. കാരണം നേരത്തെ കൊല്ലാൻ ശ്രമിച്ച പിണറായി വിജയൻ ഇപ്പോഴും എന്തും ചെയ്യാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹം ഭരണത്തിലില്ലാതിരിക്കുമ്പോൾ അദ്ദേഹം ആ തരത്തിലുള്ള ഗുണ്ടായിസം കാണിക്കും എന്നാണ് അവർ പറയുന്നത്. അതിനർത്ഥം സ്വപ്ന സുരേഷ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഭരണത്തിലിരിക്കുന്ന പിണറായിയേക്കാൾ വലിയ സ്വാധീനമുള്ള ആൾ തന്നെയാണ് ഭരണമില്ലാത്ത പിണറായി വിജയൻ എന്ന് പറയുന്നത്. കാരണം ഗുണ്ടാ സംഘത്തിൻ്റെ മാഫിയ സംഘത്തിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി ഇനിയിപ്പോൾ ഭരണമില്ലാത്തതിൻ്റെ പേരിൽ എന്ത് തന്നെ ചെയ്യാനും പിണറായി വിജയൻ ഒരു മടിയും വിചാരിക്കേണ്ടതില്ല എന്ന് സ്വപ്ന തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ പിണറായി വിജയനായിരിക്കും സ്വപ്ന സുരേഷിനെ കൊന്നതിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് എന്താ പറ്റിയാലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദി പിണറായി വിജയനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.